യഥാർത്ഥ സത്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ എന്നും അത്തരത്തിലുള്ള ചരിത്രകാരന്മാരും ഫിലോസഫേഴ്സും ആക്രമിക്കപ്പെടാറുണ്ട്. അതിൽ നിർഭാഗ്യവശാൽ ഇന്ന് ചിത്രയായി പോയെന്നേ ഉള്ളൂ. പക്ഷേ BJP രാമചരിതം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ അസഹിഷ്ണുതയാണ് നിങ്ങൾ എല്ലായിടത്തും കാണിക്കുന്നത്. ഇല്ല, ഞാൻ ചോദ്യത്തിന് ഉത്തരം പറയാനല്ല, ഞാൻ ചോദ്യം ചോദിക്കാനാണ് ഇരിക്കുന്നത്. അവർ കൊല്ലപ്പെട്ടിട്ടില്ല, പക്ഷേ ഇന്ന് ചിത്ര കൊല്ലപ്പെടുമോ ഇല്ലെന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? ശ്രീ ശിവശങ്കർ, ഇപ്പോൾ KS ചിത്രയെ BJP കുഴിയിൽ ചാടിച്ചോ? ഒരിക്കലുമില്ല. എനിക്ക് തോന്നുന്നത് അവർ പറന്നുയർന്നിരിക്കുന്നു. അവരുടെ അഭിപ്രായം പറയുമ്പോൾ യഥാർത്ഥ സുഹൃത്തുക്കളാരാണ്, ശത്രുക്കളാരാണ്, അത് ഏതു തരം ശത്രുക്കളാണ് അവരെ ചുറ്റി വളഞ്ഞിരിക്കുന്നത്? പറന്നുയരുകയാണെന്ന് പറഞ്ഞാൽ എയറിലാണെന്നാണ് ഉദ്ദേശിച്ചത്? ആ രൂപത്തിലാണ് അവരെ ആക്രമിക്കുന്നത് ഇപ്പോൾ? അല്ല, ആക്രമിക്കപ്പെടുമ്പോൾ സ്മൃതി വിചാരിക്കുന്നത് എയറിലാണെന്നാണോ? ഞാനും സ്മൃതിയൊക്കെ ആക്രമിക്കപ്പെടാറുണ്ട്. അപ്പോൾ ഉയരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളുടെ ചിന്തകൾ കൊണ്ട്, നമ്മളുടെ ചിന്തയുടെ ദൃഢത കൊണ്ട്, നമ്മളുടെ ചിന്തകളുടെ ഔന്നത്യത്തിലേക്ക് നമ്മൾ ഉയരുന്നത് കൊണ്ട് നമ്മൾ പറന്നുയരുകയാണ് നമ്മുടെ സ്വന്തം വിഹായസിലേക്ക്. സ്വന്തം ചിറകുകളുടെ ബലത്തിൽ, സ്വന്തം ചിന്തകളുടെ ബലത്തിൽ, സ്വന്തം അഭിപ്രായത്തിന്റെ ബലത്തിൽ നമ്മൾ കൂടുതൽ ഉയരത്തിലേക്ക് പറക്കുകയും പഠിക്കുകയും ജനങ്ങളെ മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ KS ചിത്ര ഒരു BJP അനുഭാവിയാണ് എന്ന അവകാശമുണ്ടോ? അല്ല, അത് എയറിലാണെന്ന് പറയുന്നതാണ് സത്യത്തിൽ ഈ ഒരു എന്താ പറയാ സാംസ്കാരിക ച്യുതിയുടെ മറ്റൊരു ലക്ഷണം. ശ്രീ ശിവശങ്കർ, ഞാൻ അങ്ങനെ ചോദിക്കാൻ കാരണം KS ചിത്ര ഇപ്പോൾ മാനസികമായി ബുദ്ധിമുട്ടുന്നുണ്ട്, അതൊരു യാഥാർത്ഥ്യമാണ്. അവരോട് ഒരു വീഡിയോ ചെയ്തു തരുമോ എന്ന് ഒരു കൂട്ടർ ആവശ്യപ്പെടുന്നു. അവരെ പരിചയമുള്ളവരാണ്, അപ്പോൾ ചെയ്തു കൊടുക്കുന്നു. അവരൊരു രാമഭക്തയാണ്, അതുകൊണ്ട് സ്വാഭാവികമായി അത് ചെയ്തു. അതല്ലാതെ അതിൻ്റെ രാഷ്ട്രീയ വശങ്ങളോ അവിടെ പള്ളി പൊളിച്ചാണ് ആ ക്ഷേത്രം പണിതത് എന്നതുപോലും KS ചിത്രയ്ക്ക് അറിയില്ല എന്നാണ് അവരോട് അടുപ്പമുള്ളവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ അവരെ ഉപയോഗിച്ച് കുറേ പേരെ സ്വാധീനിച്ച് കളയാം, ചിത്ര പറയുകയല്ലേ അതായിരിക്കും ശരി എന്ന രൂപത്തിൽ കുറച്ചുപേരെ തനിക്കാക്കി കളയാം എന്ന BJP ചിന്ത ഇവിടെ പ്രവർത്തിക്കുന്നു. അങ്ങനെ കരുവാക്കുന്നു KS ചിത്രയെ BJP എന്ന് പറഞ്ഞാൽ തികച്ചും തെറ്റാണ്. കാരണം സ്മൃതിയുടെ വാചകങ്ങൾ പോലും തെറ്റുണ്ട്. അവിടെ പള്ളി പൊളിച്ചു എന്ന് പറയുമ്പോൾ അവിടെ അമ്പലം പൊളിച്ചാണ് പള്ളി പണിതത് എന്നുള്ള ചരിത്രമായ നൂറ്റാണ്ടുകളുടെ ASI അടക്കമുള്ള ആളുകൾ, മുഹമ്മദ് അടക്കമുള്ള ആളുകൾ കൃത്യമായിട്ട് സുപ്രീം കോടതിയെ കൊണ്ടുവരികയും നിങ്ങളുടെ വാദമല്ല, അല്ലല്ല, ആ വാദമല്ല കോടതി അംഗീകരിച്ചത്. കോടതി പറഞ്ഞത് പള്ളി പൊളിച്ചത് തെറ്റാണ് എന്ന് പറഞ്ഞ ശേഷമാണ് അവിടെ ഒത്തുതീർപ്പ് എന്ന നിലയിൽ ക്ഷേത്രം പണിയാമെന്ന് പറഞ്ഞത്. നമുക്ക് ആ ചർച്ചയിലേക്ക് പോകണ്ട, എത്രയോ പ്രാവശ്യം ചർച്ച ചെയ്തതല്ലേ. നമുക്ക് KS ചിത്രയിലേക്ക് വരാം. അല്ല, ചർച്ച ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ തെറ്റായ കാര്യം പള്ളി പൊളിച്ചു എന്ന് പറയുമ്പോൾ അവിടെ അമ്പലവും ഉണ്ടായിരുന്നു, അത് പൊളിച്ചു, അതിന്റെ എത്ര രേഖകൾ വേണം, അത് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ട് അത് സുപ്രീം കോടതി അംഗീകരിച്ചുകൊണ്ടാണല്ലോ 11ാം നൂറ്റാണ്ടിന്റെ ചരിത്രം. പള്ളി പൊളിച്ചത് തെറ്റെന്നാണ് കോടതി പറഞ്ഞത്. കോടതി ആ രേഖകളൊന്നും അല്ല അംഗീകരിച്ചത്. ഇല്ല. അല്ല സ്മൃതി, ഞാൻ പറഞ്ഞത് പള്ളി പൊളിച്ചത് തെറ്റാണ്, പക്ഷെ അവിടെ പള്ളി പൊളിച്ചിട്ടാണ്, അമ്പലം പൊളിച്ചിട്ടാണ് പള്ളി പണിതെന്ന് സാക്ഷാൽ ബാബർ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിന് തെളിവുണ്ടെന്ന് കോടതി പറഞ്ഞിട്ടില്ല. നമ്മൾ എന്തിനാ ആ തർക്കത്തിലേക്ക് പോകുന്നത്? എത്ര തവണ ചർച്ച ചെയ്താണ്. നമുക്ക് ചിത്രയിലേക്ക് വരാം. ചിത്രയെ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കുന്നത് BJP ആണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് പറയാനുള്ള മറുപടി? ഈ സൈബർ ആക്രമണത്തിന് കാരണമാക്കിയത് ഇത്ര കാലം ചിത്ര എന്ന പാട്ടുകാർക്ക് ഇങ്ങനെ ഒരു സാഹചര്യം നേരിടേണ്ടി വന്നിട്ടില്ല. അതിനിടയാക്കിയത് നിങ്ങളല്ലേ? അല്ല, ഇത് സ്വാഭാവികമായും ഇത് ചരിത്രത്തിൽ ഒരു ഭാഗം എന്നും ഇത്തരത്തിലാണ്. അതായത് സത്യം പുറത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ചില സത്യാവസ്ഥ, യഥാർത്ഥ സത്യങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ എന്നും അത്തരത്തിലുള്ള ചരിത്രകാരന്മാരും ഫിലോസഫേഴ്സും ആക്രമിക്കപ്പെടാറുണ്ട്. അതിൽ നിർഭാഗ്യവശാൽ ഇന്ന് ചിത്രയായി പോയെന്നേ ഉള്ളൂ. ഇത് ഒരു സാംസ്കാരിക ഫാസിസമാണ്. ഇത് അഭിപ്രായം പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായത്തെ ഞങ്ങൾ വില കൽപ്പിക്കില്ല, നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങൾ വില കൽപ്പിക്കില്ല, നിങ്ങളുടെ ചരിത്രബോധത്തെ ഞങ്ങൾ വില കൽപ്പിക്കില്ല, നിങ്ങളുടെ നിങ്ങളുടെ ഒരു ജനതയുടെ വികാരത്തെ ഞങ്ങൾ അഭിമാനിക്കില്ല, ഞങ്ങൾ വില കൽപ്പിക്കില്ല എന്ന് പറയുന്ന സാംസ്കാരിക ഫാസിസത്തിന്റെ മൂർധന്യ ഭാവമാണ് ഇവിടെ കാണുന്നത്. ആണോ? അപ്പോൾ ഈ കൽബുർഗിയും ഗൗരി ലങ്കേഷും ഒക്കെ അഭിപ്രായം പറഞ്ഞതിന് ശേഷമല്ലേ അവർക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടത്? വളരെ സന്തോഷം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിനെതിരെ അന്നത്തെ രാഷ്ട്രീയമായ മറ്റുള്ള പ്രവർത്തകരുടെ അഭിപ്രായം എന്തായിരുന്നു നമുക്കറിയാമല്ലോ. ഒരു കാര്യം കൂടെ ചോദിക്കാം, കൽബുർഗിയിലേക്ക് പോകണ്ട. ശ്രീ കമലാ സുരയ്യ ഉണ്ടായിരുന്നല്ലോ, കമലാദാസ്, അവര് മതം മാറി. ഗൗരി ലങ്കേഷിന്റെ കാര്യം മറുപടി പറയൂ. സൗകര്യമുള്ള വിഷയങ്ങളിലേക്ക് കൊണ്ടുപോകല്ലേ. അല്ല, കമലാദാസിന്റെ വിഷയമാണ് പറയാലോ. അല്ല, ഗൗരി ലങ്കേഷ് പറയാൻ പറ്റില്ല എന്നാണോ? സ്മൃതിക്ക് പറ്റില്ല. അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ചും സാംസ്കാരിക ഫാസിസത്തെ കുറിച്ചൊക്കെ വാചാലരാകുന്നവർക്ക് അത് പറയാനുള്ള റൈറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ചോദിച്ച പേരുകളിൽ താങ്കളുടെ മറുപടി എന്താണ്?
ചോദ്യം ചോദിച്ച് ഉത്തരം പറയൽ എനിക്കും ചോദിക്കാമല്ലോ. സ്മൃതി ചോദ്യം ഇല്ല, ചോദിക്കും. ഞാൻ ചോദ്യത്തിന് ഉത്തരം ഉത്തരം പറയാൻ പറയാനല്ല, ഞാൻ ചോദ്യം ചോദിക്കാനാണ് ഇരിക്കുന്നത്. ഞാനും ചോദിക്കാനെന്ന് എന്റെ ചോദ്യത്തിന് ചില മറുപടി ചോദ്യങ്ങൾ തരൂ എനിക്ക് ശ്രീ ശിവശങ്കർ. ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞാൽ മതി. ഗൗരി ലങ്കേഷിന്റെ കാര്യത്തിൽ, കൽബുർഗിയുടെ കാര്യത്തിൽ മറുപടി ഇല്ല. അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഇല്ല. അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം തരാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല, അതുകൊണ്ട് ഇല്ലാതാക്കി എന്ന് പറയാൻ പറ്റുമോ? അല്ല, ഇതിന്റെ ഉത്തരം കൂടെ പറയും. നമുക്ക് രണ്ടും ഒരുമിച്ച് എന്താണ് പറയേണ്ടത്? കമലാദാസിന്റെ വിഷയത്തിൽ ഈ അവർ പറയുന്ന അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ അവർ മതം പറഞ്ഞു, ഞാൻ പറയാൻ മുഴുവൻ കമല സുറിയല്ലേ? കമല സുറിയല്ലേ? അല്ല, കമലാദാസാണല്ലോ മതം മാറി. അല്ല, കമല സുറിയാണല്ലോ. നമുക്ക് അവസാനം അവരെന്തായിരുന്നു അതാണ് പറയേണ്ടത്. അല്ല, അതിന്റെ ഒരു ചരിത്രമുണ്ടല്ലോ. അല്ല, ചരിത്രത്തിലേക്ക് കൊണ്ടുപോയി നിങ്ങൾ എങ്ങനെ ഉടച്ചു പാർക്കുക? അവർ അംഗീകരിച്ചതല്ലേ? അവരാരാണെന്ന് അവരല്ലേ സ്വയം അംഗീകരിക്കേണ്ടത്, സ്വയം തീരുമാനിക്കേണ്ടത്? അതെ, അവരും അതിനൊരു ചരിത്രം ഉണ്ടായിരുന്നല്ലോ. അങ്ങനെയാണെങ്കിൽ അവർ സ്വയം തെരഞ്ഞെടുത്തതിനെ താങ്കൾ എങ്ങനെയാണ് നിഷേധിക്കുക? ഞാൻ നിഷേധിച്ചല്ലോ. താങ്കൾ പിന്നെ എന്തിനാണ് അതിലേക്ക് പോകുന്നത്? അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം, വ്യക്തിപരമായ തീരുമാനം, അതിലേക്ക് താങ്കൾ എന്തിനാണ് ഇപ്പോൾ പോകുന്നത്? ഇവിടെ അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ജീവൻ നഷ്ടപ്പെട്ടവരെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അതിന് അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ കമല സുറി ഇവിടെ കൊല്ലപ്പെട്ടിട്ടില്ല. കൊല്ലപ്പെട്ടവരുടെ കാര്യം ചോദിക്കുമ്പോൾ താങ്കൾ ഇവിടെ വാർദ്ധക്യം മൂലം മരിച്ചവരെ പറ്റി പറയുന്നത് എന്തിനാണ്? ഞാൻ അതുകൊണ്ടാ പറഞ്ഞ അവർ കൊല്ലപ്പെട്ടിട്ടില്ല. അത് തന്നെയാണ് എന്റെ ചോദ്യം, അത് തന്നെയാണ് ഇവിടുത്തെ ഉത്തരവും. അവർ കൊല്ലപ്പെട്ടിട്ടില്ല. പക്ഷേ ഇന്ന് ചിത്ര കൊല്ലപ്പെടുമോ ഇല്ലേ എന്ന് ഉറപ്പ് പറയാൻ പറ്റുമോ? എന്തുകൊണ്ട് ജോസഫ് മാഷിന്റെ കൈവെട്ടിയപ്പോൾ ഇത്തരത്തിലുള്ള സാംസ്കാരിക നായകന്മാര്? ഞാൻ ചോദിച്ചത് താങ്കൾ ഇപ്പോൾ ഈ സാംസ്കാരിക ഫാസിസത്തെ കുറിച്ച് വാചാലനായപ്പോൾ അത് പറയാൻ BJPക്ക് റൈറ്റ് ഉണ്ടോ എന്നുള്ള ചോദ്യമാണ്. താങ്കൾ അപ്പോൾ മറു ചോദ്യം ഉന്നയിച്ചുകൊണ്ട് അതിനെ ഖണ്ഡിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വീകാര്യമായതിന് മാത്രമേ മറുപടി പറയുള്ളൂ എന്നതിലേക്ക് എത്തുന്നു. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ താങ്കളെ വെറുതെ വിടുകയാണ്. താങ്കൾക്ക് അതിന് മറുപടി ഇല്ല എന്ന് മനസ്സിലാക്കുന്നു. മറുപടി ഇല്ലാത്തതുകൊണ്ട് താങ്കൾ ഇങ്ങനെ മറിച്ച് വാദങ്ങൾ ഉന്നയിക്കുന്നു. അനൂപ് വിആറിലേക്ക് പോട്ടെ. അനൂപ്, ഇപ്പോൾ KS ചിത്രയ്ക്ക് രാഷ്ട്രീയമില്ല. ഞാൻ പറയാം, പിന്നെ വരില്ല എന്ന് പറഞ്ഞിട്ടില്ല. ഒരു മിനിറ്റ് ശിവശങ്കർ, താങ്കൾ വൈകിയാണല്ലോ വന്നത്. താങ്കൾ ഇങ്ങനെ വാദിക്കല്ലേ? താങ്കൾ വൈകിയല്ലേ വന്നത്? ഞാൻ അനൂപിലേക്ക് കൂടെ പോട്ടെ. അനൂപ് വിആർ, നേരത്തെ വന്നതിന്റെ എണ്ണം വെച്ച് നേരത്തെ ഞാൻ 7 മണിക്ക് വന്നിരുന്നാൽ നിങ്ങൾ കൂടുതൽ സമയം തരുമോ? ഞാൻ വന്നിരുന്നപ്പോഴും നിങ്ങൾ സമയം തന്നിട്ടില്ല. ചർച്ചകളുടെ കണക്കുകളൊക്കെ നമുക്ക് എടുക്കാം. ഒന്ന് അടങ്ങൂ ശ്രീ ശിവശങ്കർ, താങ്കൾക്ക് ഇനി വരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. അനൂപ് വിആർ, ഇപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ. കൈവെട്ട് കേസൊക്കെ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അനൂപ് വിആർ, ഇപ്പോൾ KS ചിത്രയ്ക്ക് രാഷ്ട്രീയമില്ല എന്ന KS ചിത്രയുടെ അടുത്ത് നിൽക്കുന്ന ആളുകൾ. ശിവശങ്കർ ഒന്ന് മ്യൂട്ട് ചെയ്യും കേട്ടോ. ഒരു മിനിറ്റ്, ഇത് ശരിയല്ല. രാമചരിതം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ അസഹിഷ്ണുതയാണ് നിങ്ങൾ എല്ലായിടത്തും കാണിക്കുന്നത്. എല്ലായിടത്തും ഈ അസഹിഷ്ണുതയാണ്. നിങ്ങൾക്ക് ജോസഫ് മാഷിന്റെ പറഞ്ഞാൽ ഒന്ന് മ്യൂട്ട് ചെയ്യണം. എനിക്ക് അനൂപ് വിആറിലേക്ക് പോകണം. ചരിത്രത്തെ ശ്രീ അനൂപ് വിആർ, KS ചിത്രയ്ക്ക് രാഷ്ട്രീയമില്ല എന്നാണ് KS ചിത്രയുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത്. അവരോട് ഒരു ക്ഷേത്രവുമായി അയോധ്യയുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തു തരണമെന്ന് ആവശ്യപ്പെടുമ്പോൾ അവരോട് അടുത്ത ആളുകൾ പറഞ്ഞതുകൊണ്ട് അവരത് ചെയ്തു കൊടുക്കുന്നു. അതിന്റെ പേരിൽ ഏത് രൂപത്തിലാണ് KS ചിത്ര എന്ന ഗായിക ആക്രമിക്കപ്പെടുന്നത്? അതിനു മുൻപ് ഞാൻ അങ്ങേയറ്റം ഞെട്ടലോടുകൂടിയാണ് ഇവിടുത്തെ സംഘപരിവാർ പ്രതിനിധിയുടെ വാക്കുകൾ കേൾക്കുന്നത്. അദ്ദേഹം പറയുന്നത് KS ചിത്ര കൊല്ലപ്പെടില്ല എന്ന് എന്താണ് ഉറപ്പ് എന്നാണ്. വളരെ കൃത്യമായി ഭീതി ഉൽപ്പാദിപ്പിക്കാനുള്ള വലിയ പരിശ്രമങ്ങളാണ് നടക്കുന്നത്. ആദ്യം KS ചിത്രയെ അവർ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് കരുവാക്കി. ഇപ്പോൾ KS ചിത്ര എടുത്തൊരു പൊസിഷൻ ഉണ്ട്, അവർ ആ പോസ്റ്റ് പിൻവലിച്ചു. എന്നിട്ട് ഇപ്പോൾ പോലും അത് പ്രചരിപ്പിക്കുകയാണ്. KS ചിത്രയെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ ആദ്യം നടത്തി. അതിനുശേഷം ഇപ്പോൾ അതിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഒരു പുതിയ ഭീതി വളർത്തുകയാണ്. ജോസഫ് മാഷിന്റെ കാര്യമൊക്കെ പറഞ്ഞ് KS ചിത്ര കൊല്ലപ്പെടുന്നില്ല എന്നൊക്കെ എന്താണ് ഉറപ്പ് എന്നൊക്കെ ചോദിക്കുമ്പോൾ സത്യത്തിൽ ഇവരുടെ നികൃഷ്ടമായ മനസ്സ് വളരെ വ്യക്തമാണ്. ഇവർ ഉദ്ദേശിക്കുന്നത്, ഇവർ ആഗ്രഹിക്കുന്നത് എന്താണെന്നുള്ളത് വളരെ കൃത്യമാണ്. ഇപ്പൊ KS ചിത്രയെ പോലെ ഒരു ഗായിക, മലയാളി പൊതുസ്വത്തായി കരുതുന്ന ഒരു ഗായിക, അവർക്കൊരു കലാജീവിതം ഉള്ളതുപോലെ തന്നെ ഒരു വിശ്വാസ ജീവിതവുമുണ്ട്. അവർ വളരെ പരസ്യമായി അമ്പലങ്ങളിൽ പോകുന്ന ഒരാളാണെന്ന് മാത്രമല്ല, അവരുടെ ആഘോഷിക്കപ്പെട്ട പല ഗാനങ്ങൾ തന്നെ, ഇപ്പൊ ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട് നന്ദനത്തിലെ, അതുപോലെ കുടജാദ്രിയിൽ കുടികൊള്ളും എന്ന് തുടങ്ങുന്ന മൂകാംബിക ഭക്തിഗാനം, അതിനൊന്നും ഇവിടെ ആരും ഒരു എതിർപ്പും പ്രകടിപ്പിച്ചിട്ടില്ല. ഇത് KS ചിത്രയോടുള്ള എതിർപ്പല്ല, മറിച്ച് അവർ ഒരു കാര്യം ഉന്നയിച്ചപ്പോൾ അതിനകത്ത് ഒരു പൊളിറ്റിക്കലായ, അവർ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും ആ അർത്ഥത്തിലുള്ള ഒരു പ്രസ്താവന വന്നപ്പോൾ KS ചിത്രയല്ല ആരായാലും വിമർശിക്കപ്പെടും. അത് സ്വാഭാവികം മാത്രമാണ്. അല്ല, വിമർശനം കുഴപ്പമില്ല ശ്രീ അനൂപ്, വിമർശനമല്ല. അതിന്റെ ഭാഷ
താങ്ങാൻ പറ്റാത്ത ഭാഷയാണ്. അല്ല, ആ വിമർശനത്തോട് അല്ലെങ്കിൽ കെ എസ് ചിത്ര ഉൾക്കൊള്ളുന്നു എന്നതുകൊണ്ടാണല്ലോ അവർ ആ പോസ്റ്റ് പിൻവലിച്ചിരിക്കുന്നത്. അവരെ സംബന്ധിച്ച് പറയാമല്ലോ, ഞാൻ ഉദ്ദേശിച്ച കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് അവർക്ക് പറയാമല്ലോ. അവരെ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ സംഘപരിവാറിന്റെ രാഷ്ട്രീയ ദുരുദ്ദേശത്തിന് അവരൊരു ഉപകരണമായി. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അതിനെതിരെയുള്ള വിമർശനങ്ങൾ ഉണ്ടായി. ഇപ്പൊ കെ എസ് ചിത്ര ഇവിടെ ശ്രീരാമനിൽ വിശ്വസിക്കരുത് എന്നൊന്നും ആരും പറയുന്നില്ല. ഇത് ശ്രീരാമനുമായി ബന്ധപ്പെട്ട പ്രശ്നമല്ലല്ലോ. ഈ വരുന്ന ജനുവരി 22 ഇവിടെ നടക്കാൻ പോകുന്നത് ഒരു മോഡിയുമായി ബന്ധപ്പെട്ട ഒരു പുതിയ ദേശീയതയുടെ ഉദയമാണ്. അതിന് ശ്രീരാമനുമായൊന്നും ഒരു ബന്ധവുമില്ല. മറിച്ച് ഒരു കൃത്യമായ രാഷ്ട്രീയ പ്രചരണ പരിപാടി ഉൾക്കൊള്ളുന്ന സംഘപരിവാറിന്റെ ഒരു അജണ്ട നടപ്പിലാക്കുന്നു. അതിന് ഉപകരണമായി കെ എസ് ചിത്ര അറിഞ്ഞോ അറിയാതെയോ പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ സ്വാഭാവികമായി അതിനെതിരെ വിമർശനങ്ങൾ ഉണ്ടാകും. അവർ വലിയ കലാകാരിയാണ്, അവരോടുള്ള വ്യക്തിപരമായ സ്നേഹാദരങ്ങളുണ്ട്. പക്ഷെ ഒരു പൊളിറ്റിക്കലായ ഒരു പൊസിഷൻ സ്വീകരിച്ചാൽ അവർക്കത് പറയാനുള്ള അവകാശമുള്ളതുപോലെ അതിനെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്. അത് കെ എസ് ചിത്രയായപ്പോൾ ഇതുവരെ ഒരുപാട് സ്നേഹിക്കപ്പെട്ട ബഹുമാനിക്കപ്പെട്ട ഒരു കലാകാരി ആയപ്പോൾ അവരുടെ ജീവിതത്തിൽ ആദ്യമായി ഒരു എതിർശബ്ദം കേൾക്കുമ്പോൾ അത് വ്യക്തിപരമായി അവരൊരു ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ടാകാം. അതിനപ്പുറത്തേക്ക് സംഘപരിവാർ പറയുന്നത് പോലെ ഒരു ശ്രീരാമ ഭക്തയ്ക്ക് കേരളത്തിൽ ജീവിക്കാൻ കഴിയുന്നില്ല, അവർ വധിക്കപ്പെടാൻ പോകുന്നില്ല എന്നൊക്കെ ഉറപ്പ് എന്നൊക്കെ പറയുമ്പോൾ അത് സംഘപരിവാറിന്റെ മനസ്സിന്റെ ദുശ്ചിന്ത മാത്രമാണ്. അത്തരം ഒരു കൺസോളിഡേഷൻ ആണ് ഇവിടെ BJP ആഗ്രഹിക്കുന്നതെന്ന് വളരെ വ്യക്തമാണ്. ശരി, ഏതായാലും ശിവശങ്കർ ചർച്ചയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് പറയാൻ ഇനിയും അവസരം ഉണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം ഒഴിഞ്ഞിരിക്കുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.